DA ഫാമിലി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗ് കേട്ടോ. രാവിലെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എന്നും 5:30 പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളിപ്പോൾ 6:30 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓടാൻ പോകുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പ്രശാന്തേട്ടനുമാണ് കൂടെ ഉണ്ടാവല്. രാവിലെ ഒന്നും 6:30 ഇറങ്ങി തിരിച്ച് 7:00 വീട്ടിലെത്താം. അതാണ് ഞങ്ങളെ സ്ഥിരം പ്ലാൻ കേട്ടോ. എന്നത്തെയും പോലല്ല, ഇന്ന് തിരിച്ചു വന്നപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. പോരുന്ന വഴിക്ക് മനോജേട്ടൻ്റെ കടയിൽ കയറി ഒരു ചായയും 2 പൊറോട്ടയും കഴിച്ചിട്ടോ. ആദ്യത്തെ പോലെ ഓടാൻ പോകുമ്പോൾ ഇപ്പോൾ ഫോൺ എടുക്കില്ല, അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുക്കാനും പറ്റിയില്ല. എന്നത്തെയും പോലെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ട 5 ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. പിന്നെ 5 മിനിറ്റ് ഞങ്ങളോട് സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇന്ന് എന്ത് വീഡിയോ എടുക്കും, ഇന്ന് ലീവല്ലേ, എന്നും ഈ ചർച്ച മാത്രമേ രാവിലെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ കുട്ടികളുടെ അടുത്തേക്ക്. എൻ്റെ സൗണ്ട് കേട്ട ആനുമോള് പെട്ടെന്ന് ഉണരും. ദേവുട്ടൻ ഉണരാൻ കുറച്ച് പാടട്ടോ. അങ്ങനെ ഒരു കണക്കിന് ദേവുട്ടൻ എണീറ്റുട്ടോ. ഇവരെ എണീക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കോഴീനെ വിടണം നായനെ വിടണം പറഞ്ഞിട്ടാണോ. ഇവർക്ക് രണ്ടുപേർക്ക് അത് ഇഷ്ടമാവേണ്ടി അവർ എൻ്റെ കൂടെ പോരും. അങ്ങനെ ഒരു കണക്കിന് ഞാൻ അവരെ തള്ളിപ്പിടിച്ച് എണീപ്പിച്ചിട്ടോ. രാവിലത്തിന് മുമ്പിൽ തെങ്ങിൽ നിന്നൊരു പട്ട വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ട വെട്ടി പൊളിക്കൽ എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് എനിക്ക് പറ്റിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ടു. എന്നെ ആനിമോളി കണ്ടപ്പോൾ ബാക്കി കൂട് പൊളിക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ അവളെ നിന്ന് വിട്ടു. അവിടെ വിടുമ്പോൾ എപ്പോഴും ചങ്ങലയ്ക്കാൻ വിടലിട്ടോ. പുറത്ത് ഇഷ്ടം പോലെ തെരുവുനാക്കളുണ്ട്. കടിച്ചു കഴിഞ്ഞാൽ മുറിയായി, പിന്നെ പുഴുക്കളായി, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലൊക്കെ ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് കയറിൽ വിടും. കോഴിക്കൊക്കെ നമ്മൾ കോഴിത്തീറ്റ കൊടുക്കാറുട്ടോ. കോഴിത്തീറ്റ കഴിഞ്ഞുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് കുറച്ച് പച്ചരി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആകെ ഒരു കോഴിക്കുഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെയെല്ലാം കഴിഞ്ഞ് കൈ കഴുകുമ്പോഴാണ് ഞാൻ ഇന്നലെ വാങ്ങി വെച്ച കാർ വാഷ് കണ്ടത്. അപ്പോൾ കാറ് കഴുകണം, ബൈക്കും കഴുകണം. ഇന്ന് ലീവായിട്ട് എന്തായാലും കഴുകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇന്നലെ വാങ്ങി വെച്ചത്. അങ്ങനെ കാറ് പുറത്തിറക്കുന്നതിന് മുമ്പിൽ തൂങ്ങി കിടക്കുന്ന പാഷൻ ബൂട്ടിൻ്റെ വള്ളി ഒന്ന് വലിച്ചു കെട്ടണേ. അങ്ങനെ ആ വലിച്ചു കെട്ടുന്ന തിരക്കിലാണ് നമ്മൾ. കാറ് കേട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി. നല്ല പൊടിയുണ്ടോ? പൊടിയുണ്ടോ? നല്ല പൊടിയാ. എങ്ങോട്ടിലേക്ക് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. അതിൻ്റെ കവറ് മുതൽ ഇതൊക്കെ എന്താ ബൈക്ക് കഴിക്കണത് ദേവട്ടൻ കേട്ടോ. ദേവട്ടൻ ശരിക്കും കഴിക്കില്ലേ? വാവ്. ഇവിടെ ആനിമോള് കാറ് കഴിക്കണം, എന്നെ സഹായിക്കും. രണ്ടാളെന്നെ സഹായിക്കുന്നുണ്ട്. ആനിമോൾ സോപ്പിൽ കളിക്കുകയാണെങ്കിലും എൻ്റെ കൂടെ എല്ലാ വർക്കിനും കൂട്ടും. അപ്പോൾ ഈ വണ്ടി കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ ആനിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേവട്ടനും അതേപോലെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി കഴുകുക. അതിന് എനിക്കൊരു ഭാഗ്യമാണ്. അങ്ങനെ വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ കുട്ടികൾ ആകെ നനഞ്ഞിട്ടോ. അവർ കുളിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറിപ്പോയി. കാറുകളും ബൈക്കുകളും കഴിഞ്ഞു. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിലുണ്ടോ അതുപോലെ പിത്തന അതായത് കടന്ന കുട്ടികൾ? ഇതുണ്ടോ ഇങ്ങനത്തെ ചിപ്സ് എടുത്തിട്ട് എൻ്റെ ആനിമോൾ എഴുതണം. അതൊക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ കാറിൻ്റെ എല്ലാ സൈഡിലും ഉണ്ടാവും. ഈ സൈഡ് എല്ലാ സൈഡിലും അവൾക്ക് ഇങ്ങനെ കല്ലെടുക്കുക. ഇത് വരയ്ക്കുമ്പോൾ ഒരു സൗണ്ട്, ഒരു കീക്കിയുടെ സൗണ്ട് വരും. ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത്. പറഞ്ഞ് ഞാൻ മടുത്ത് അവിടെ ഞാൻ പറയാൻ നിർത്തി. കവർ ഇട്ടല്ലോ അതിന് മുകളിൽ. കവർ ഇട്ടില്ലെങ്കിൽ അവരെന്തായാലും വരയ്ക്കും. അവിടെ സമയമായി ആയോ? എന്താണ് സ്പെഷ്യൽ? ഇഡ്ഡലി സാമ്പാർ. വാ, 5 നേരത്തെ കുളിച്ച് റെഡിയായിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ന്യൂസ് കണ്ടിട്ടാണ് നമുക്ക് ചായ കുടി കേട്ടോ. ഇന്നിപ്പോൾ സമയം 9:45. 9:45 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ബാക്കി അടുത്ത വീട്ടിൽ കാണാം. ബൈ.